ഇങ്ങോട്ടേക്ക് കുറച്ച് നല്ലൊരു ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ അനിയൻ്റെ ഷോപ്പ് ഉദ്ഘാടനമാണ്, ഇന്ന് ഇനാഗ്രേഷൻ ആണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ. നമ്മളെ ഈദിൻ്റെ ആ ഒരു പർച്ചേസിൻ്റെ സമയത്താണെന്ന് അല്ലേ, സിബാബോട്ടിക്കുള്ള സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ഷോപ്പും കൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ അടുത്തുണ്ടാകുന്ന പറഞ്ഞ് ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക ലൈറ്റ് ഇങ്ങനെ മാറ്റി വെച്ച് ഇന്നാണ്, അതായത് ഇന്ന് സെപ്റ്റംബർ 12 അല്ലേ, ഇന്ന് 12-ാം തീയതിയാണ് കേട്ടോ ഈ ഇനാഗ്രേഷൻ വരുന്നത്. വീഡിയോ ഇടുമ്പോൾ എന്തായാലും കുറച്ച് ദിവസം ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ നേരെ തന്നെ അങ്ങോട്ടേക്ക് പോയി എന്ന് വൈകുന്നേരം 4 മണി 4:15 ആ ഒരു സമയത്താണ് ഇനാഗ്രേഷൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ 3 മണിയായി അല്ലേ? ഇപ്പൊ 3 മണി 3:15 ആയി. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മള് പോകുന്നത്. നെസ് ഫുഡ് കഴിച്ചിട്ടില്ലേ? നെസിപ്പ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മളെ മർസിന്റെ ഉമ്മ അങ്ങനെ കൊണ്ടുവന്നു അല്ലേ? മർസി ഇട്ടതും ഞാനിട്ടത് ഞാൻ നെസിമ വെച്ചു. എന്റെ കളർ കാണുന്നില്ല ശരിക്കും. ഇതൊരു റോസ് ലൈറ്റ് റോസ് ഒരു വൈറ്റ് പ്രിന്റ് വരുന്നതും ബാക്ക് ഫ്ലവർ. ബാക്ക് കാണിച്ച അങ്ങനെ ക്യാമറ പിടിക്കാൻ കഴിയില്ല, എനിക്ക് കാണിക്കാൻ കഴിയില്ല. ബ്ലാക്ക് ഒരു പർപ്പിൾ ഫ്ലവർ വരുന്ന ടൈപ്പ്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഫസ്റ്റ് അവിടുന്ന് എന്റെ ഉമ്മാനും പെങ്ങളൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നേരെ തന്നെ എന്റെ ഷോപ്പിലേക്ക് പോകുന്നത്. പിന്നെ അവിടുത്തെ കളക്ഷനും കാര്യങ്ങളും പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണിക്കാം അല്ലെ. പിന്നെ അവിടുന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ലൈവ് പോടുന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. ലൈറ്റ് ആവണ്ടോ? വാ. നമ്മൾ ന്യൂ ബോൺ ബേബീസിന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവും പിന്നെ അതുപോലെ തന്നെ ഡെലിക്കേറ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബേബിന് ബാത്ത് ചെയ്യുന്ന സമയത്ത് അവർ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും നമുക്കൊരു ജെന്റിൽ ബേബി സോപ്പ് തന്നെ വേണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയ ലവ് ലാപ്പിന്റെ മോയ്സ്ചറൈസിംഗ് സോപ്പാണ്. ഇത് ബേബീസിന്റെ ഡെലിക്കേറ്റഡ് സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ അപ്രൂവ് ചെയ്ത, അതായത് സ്കിൻ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ന്യൂ ബോൺ ബേബീസിന്റെ സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ വേറെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൽമണ്ട് ഓയിൽ നമ്മളെ ബേബീസിന്റെ സെൻസിറ്റീവ് സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ ഒലീവ് ഓയിൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അലോവേറയോ നമ്മളെ കുട്ടികളെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസറും കൂടിയാക്കും കേട്ടോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത് വിറ്റാമിൻ ഇ തന്നെയാണ്. നമ്മളെ കുട്ടികളെ ഡെലിക്കേറ്റ് സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് ഹീൽ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കേട്ടോ. 100% പാരബനും സൾഫേറ്റ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ മിനറൽ ഓയിലും അങ്ങനെയുള്ള ആൽക്കഹോളും ഒന്നും തന്നെ ഇതിലില്ല കേട്ടോ. ഇത് നമുക്ക് ന്യൂ ബോൺ ബേബീസ് മുതൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് IFEA സർട്ടിഫൈഡും ആണ്. നമ്മളെ ബേബീസിന്റെ സ്കിന്നിന്റെ നാച്ചുറൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി സോപ്പ് തന്നെയാണിത്. അപ്പൊ ഈ ഒരു ലവ് ലാപ്പിന്റെ മോയ്സ്ചറൈസിംഗ് സോപ്പ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
واحشرنا ذا نحتضر بلقائه الموقود وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والزهداء والقراء والحفاظ والصديقين والصالحين. ഗൈസ് നമ്മളങ്ങനെ ഷോപ്പിന്റെ ഇനാഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു. ഹലോ എന്താ വിഷയം? നല്ല തിരക്കുണ്ടായി കേട്ടോ. അവിടെ കുറച്ച് നമുക്ക് കുറച്ച് മിനിറ്റ് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് കുറച്ച് ഫ്രീ ആയത്. നമ്മള് ഓരോന്ന് കളക്ഷനും ഓരോന്നിനും ഇങ്ങനെ നോക്കി നേരത്തെ നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ കുറച്ച് ടൈം ഫ്രീ ആയതുകൊണ്ട് നമ്മള് ഓരോ കളക്ഷനുകൾ നോക്കിയത്. ഷോപ്പ് ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നല്ല തിരക്കേ ഉണ്ടായി നേരത്തെ, അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. മൊത്തമായിട്ട് കാണിച്ചു തരാം. ആ പിള്ളേർ നല്ല കളിയിലുള്ളത്. മർസി വരൂ, ഓടിവാ ഓടിവാ കാത്തേ ചാടിവാ കാത്തേ. എന്താണ് ചിരിക്കുന്നത്? ഐറ്റ് മനസ്സിലാവുമല്ലോ എന്തെങ്കിലും. നമ്മള് എന്താ പറയാ, ഉദ്ഘാടനം കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ക്രൗഡായി പോയി മൊത്തത്തിൽ. ആ സമയത്ത് നമുക്ക് എടുത്തതിന് ഒന്നും കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അത് പിന്നെ എല്ലാവരും പോയിട്ട് ഫ്രീ ആയിട്ട് ലാസ്റ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എടുക്കാന്ന് വെച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഉള്ളത് കേട്ടാ. ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയി. ആ കൗണ്ടർ അത് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ദീപാവട്ടിപ്പല്ല കുറച്ചുകൂടി നല്ലൊരു സ്റ്റൈലിഷ് ആക്കിയിട്ട് നമ്മള് ചെയ്യാൻ നോക്കിയിരുന്നു ഇവിടെ. ഷോപ്പിന്റെ പേര് വരുന്നത് ഹോപ്പ് എന്നാണ് കേട്ടോ. നമ്മൾ ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല തോന്നുന്നല്ലേ? ഇല്ല. നമ്മുടെ ഷോപ്പിന്റെ പേര് വരുന്നത് ഹോപ്പ് എന്നാണ്. എവിടെയാ സ്ഥലം വരുന്നത് വെച്ചാൽ നമ്മുടെ കമ്പനി ജീസൺസ് ഇല്ലേ, ജീസൺസ് ഗോൾഡ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുന്നത്. പിന്നെ നമ്മളിവിടെ ഈ ഒരു ഇതെന്താ പറയല്, ഈ സാധനത്തിനെന്ന് പറയല് നല്ല ഷർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. നമ്മളെ ഇൻസ്റ്റയിൽ ഒന്ന് ലൈവ് വരാന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. നല്ല കളി നേരത്തെ വെച്ചാൽ നമ്മള് എന്താ പറയാ, ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ കളിയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എല്ലാരും പോയി ഫ്രീ ആയതുകൊണ്ട് നല്ല കളിയിലുള്ള. ഇവിടെ ഫുള്ള് കുറച്ച് ലോങ് വെയർ ആണ്, വെസ്റ്റേൺ ഡ്രസ് കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഷർട്ടും ടോപ്പും ടീഷർട്ടും അങ്ങനെ ഐറ്റംസ് അല്ലേ. പിന്നെ അവിടെ മേലെ ഷൂസും കൂടി വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ പുതിയ സ്റ്റാഫ് ആണ്. നമ്മള് നിങ്ങളുടെ സ്ഥലം എവിടെയാ? ഞാനൊരു സാധനം കണ്ടുവെച്ചതല്ലേ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ എല്ലാരെയും കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നീ എടുത്തിനാ? ലാസ്റ്റാ അല്ലെങ്കിൽ ലാസ്റ്റാ? ആ ഇപ്പറ ഒരു റാക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ കയറി നിരന്ന് വന്നിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് നല്ലൊരു ഗ്യാപ്പ്. ഇതെങ്ങനെയുണ്ട് എന്ന് നോക്ക്. ഞങ്ങക്ക് ഞാൻ നേരത്തെ വെച്ചോക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നു, ഇട്ട് നോക്കിയിട്ടില്ല. എന്തായാലും സൈസ് ഒക്കെ ആയിരിക്കും. ട്രിപ്ലെക്സിലാണ് നമുക്കനുസരിച്ചിട്ട് ചെയ്യാലോ. പിന്നെ ഇതിന്റെ ഷോള് ഇങ്ങനെ, ഇത് പാന്റ് വേറൊരു കളർ എടുത്തിട്ട് പോയി. നമ്മളെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന എന്റെ ഉമ്മയും അതുപോലെ നമ്മുടെ ഷുവൈലിന്റെ ഉമ്മയാണ് കേട്ടോ. രണ്ടാൾക്കാരുടെ ഉമ്മയും. നമ്മളെന്താ പോട്ടെ കുറച്ച്. ഓക്കെ ശരി.
ഒരു ഉഷാറില്ലാട്ടോ ആർക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് ആർക്കൊരു ഉഷാറില്ല, എല്ലായിടത്തും അളന്നിട്ടല്ല. 3 ദിവസമായി മർജാനം ഉറങ്ങാത്തെന്ന് പറയും. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, ഫുഡ് കഴിക്കാൻ പോട്ടെ. നമുക്ക് ബില്ലടിച്ചൂടെ? അപ്പൊ നമുക്ക് ബില്ലടിച്ചിട്ട് ഷൂലിട്ട് നിൽക്കിയതല്ലേ വെറുതെ വളരെ മസി വേറെ വേണ്ട, ഇപ്പം മസീന്ന് നടന്നു ഡ്രസ് നോക്കിട്ട് നടന്നു. കുറച്ച് നമ്മള് ലൈവ് പോയിട്ടുണ്ട് കേട്ടോ, ഇൻസ്റ്റയില് ലൈവ് പോയിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാട്ടോ, നമ്മുടെ ഷോപ്പിന്റെ പേര് ഇരുന്നത് ഹോപ്പ്. ഇതാരാ പേര് സെലക്ട് ചെയ്തതാ? സുഹൈല? ആരാടാ പറഞ്ഞ? ഇസ്മായിലാ? അതൊരു സംഭവം തന്നെ കേട്ടോ, ഇസ്മായിൽ ആ പേര് സെലക്ട് ചെയ്യണമെങ്കിൽ. ആ ഹോപ്പ്, പ്രതീക്ഷ. ആ എല്ലാം ഒരു പ്രതീക്ഷ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടായി ഈ പേരില്. നല്ല അടിപൊളി പേരട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള പേര്. നല്ല ആ പേര് ആ ഒരു ഇത് കൊടുത്ത് ഡിസൈൻ കൊടുത്തിട്ടുള്ള അടിപൊളി സംഭവം കേട്ടോ. അവിടെ ഷോപ്പ് വരുന്നത് കമ്പനി ജീസൺസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അല്ലേ ഞാൻ ഇസ്മോണ്ട് പറയാനേ നല്ല ഭംഗിയുണ്ട്, ഇതൊന്നും കൂടെ പീസ് ഇറക്കിക്കോ പറയാന്. മറക്കണ്ട ഹോപ്പ്. അപ്പൊ നമുക്ക് പോവാല്ലേ? ഇവിടെ തന്നെ വൈദ്യം പറയാം കേട്ടോ. പോയാ നമ്മള് വിശക്കുന്ന അപ്പൊ നമ്മള് ഈ ഒരു കുഞ്ഞു വീട് അവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അവിടെ എന്താ പറയാ വിശക്കുന്നുണ്ട്, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പൊ നമ്മള് ഒരു കുഞ്ഞു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഷോപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കെ, നമ്മള് എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.